അല്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് ക്രിസ്മസിന് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഇപ്പോൾ തൃശ്ശൂർ മേയറോട് വല്ല രാഷ്ട്രീയം പറയാനുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ പോവോ? ആലോചിച്ചാൽ മനസ്സിലാവില്ലേ. തൃശ്ശൂരിലുള്ള എല്ലാ മാധ്യമപ്രവർത്തകരെയും വിളിച്ചു വരുത്തി ഒരു 150 പേരുടെ അകമ്പടി മാധ്യമപ്രവർത്തകർ മാത്രം ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് രാഷ്ട്രീയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്? രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇങ്ങനെയാണോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നതിനൊരു ലോജിക്ക് വേണം. അത് സുനിൽകുമാർ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഈ സുനിൽകുമാർ സുരേന്ദ്രന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ഞാനും സുനിൽകുമാറും ഇത് ഇപ്പോഴത്തെ ഒന്നുമല്ല, ഇപ്പോഴത്തെ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ ഇത് വ്യാഖ്യാനിക്കേണ്ട. സുനിൽകുമാറിൻ്റെ വീട്ടിൽ ഞാൻ പോയത് ഒരു 4-5 കൊല്ലം മുമ്പാണ്. അദ്ദേഹവും പേരാമ്പ്രയിൽ ഒരു പ്രോഗ്രാമിന് പോകുന്ന വഴിയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ അടിയിൽ എഴുതിയിട്ടുണ്ടല്ലോ, രാഷ്ട്രീയക്കാർ തമ്മിൽ പരസ്പരം സംസാരിക്കില്ലേ, പരസ്പരം കാണില്ലേ? അതിലെന്തിരിക്കുന്നു? അതിലെന്താണ് ഒരു കേരളത്തിൽ മാത്രമേ ഇതൊക്കെ ചർച്ചയുള്ളൂ. ഇപ്പോൾ ഇ.പി. ജയരാജൻ്റെ വീട്ടിൽ പ്രകാശ് ജാവ്ദേക്കർജി പോയി എന്നുള്ളത് വലിയ വാർത്തയായി കേരളത്തിൽ. പക്ഷേ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ കർണാടകയിലോ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ മറ്റൊരാൾ പോകുന്നത് ഉടനെ നടപടിയെടുക്കുമോ? അപ്പോൾ രാഷ്ട്രീയ അസ്പൃശ്യതയാണ് കേരളത്തിൻ്റെ ഒരു ശാപം. ആരെങ്കിലും ഒരാളെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും അയാൾ പാർട്ടി മാറ്റാൻ വേണ്ടി പോവുകയാണെന്നുള്ള ഒരു പ്രചരണം നടക്കുന്നു. അതിൽ വലിയ വലിയ നേതാക്കൾ വീഴുകയാണ്. ഇ.പി. ജയരാജനോട് വേറെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ കിടക്കട്ടെ, അത് പിന്നെ ജാവ്ദേക്കർജിയുടെ പേരിൽ ADGP ആയിരുന്ന അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. രാജ്യത്ത് പ്രധാനപ്പെട്ട വ്യക്തികൾ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ പരസ്പരം കാണുകയും സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് കേരളത്തിൽ മാത്രം എന്തോ വെറുക്കപ്പെട്ടൊരു കാര്യമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അതിൽ നിങ്ങൾക്ക് കുറച്ച് ദുഷ്ടലാക്കുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായി കൊടുത്ത് എന്തോ വലിയ സംഭവങ്ങൾ നടക്കും. രാഷ്ട്രീയ മാറ്റങ്ങൾ അങ്ങനെയൊന്നും അല്ല ഉണ്ടാവുന്നത്. തൃശ്ശൂരിൽ രാഷ്ട്രീയ മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ ആവർത്തിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കും. അപ്പോൾ കുറേ ആൾക്കാർ വരും. അതിപ്പോൾ വരുമെന്ന് വിചാരിച്ച് ഇപ്പോഴേ പിന്നെ ജൂണിൽ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് ജനുവരിയിൽ കുട നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ, ഞാനൊരു പാർട്ടി മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. അറിയാലോ, ഞാൻ പാർട്ടി മീറ്റിങ്ങുകൾക്ക് വേണ്ടി മാത്രമേ ഇവിടെ വരാറുള്ളൂ. എനിക്ക് ഡൽഹിയിലെ കാലാവസ്ഥയും തണുപ്പൊന്നും അത്ര ശീലമുള്ള ഒരാളല്ല. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. നിങ്ങളതിലിങ്ങനെ വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 5-6 മാസം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. 1 കൊല്ലം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പാർട്ടി തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളെ അഭിനന്ദിക്കണം. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു പാർട്ടിയാണല്ലോ ഞങ്ങൾ. കോൺഗ്രസ്സിൽ ഇത് വല്ലതും ഉണ്ടോ? അതിനെപ്പറ്റി നിങ്ങളൊരു വാർത്ത പോലും കൊടുക്കുന്നില്ല. ഞങ്ങൾ സമയാസമയം ബൂത്ത് തലം മുതൽ ദേശീയ തലം വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അപ്പോൾ ആ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. ഒരു പ്രശ്നവുമില്ല. BJPയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മുറയ്ക്ക് സമയത്തിനുള്ളിൽ നടക്കും. എല്ലാ ഘടകങ്ങളിലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി സംഘടനയ്ക്ക് പുതിയ രക്തം നൽകി, ഞങ്ങൾ ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ഞങ്ങൾ പുനഃസംഘടിപ്പിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ പറഞ്ഞു ഇത് സുരേന്ദ്രൻ തെറിക്കുന്നു. ഈ വെള്ളിയാഴ്ച നിങ്ങൾ പറയും സുരേന്ദ്രൻ തൊഴിൽ. ആദ്യം നിങ്ങളൊരു ധാരണയിലെത്ത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിന് ഒരാശയക്കുഴപ്പവും ഇക്കാര്യത്തിലില്ല. BJPയെ സംബന്ധിച്ച് ബൂത്ത് പ്രസിഡന്റ് മുതൽ അഖിലേന്ത്യാ അധ്യക്ഷൻ വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പമില്ല.